ഒരു ദിവസം ഏറ്റവും ദരിദ്രരായ ജനങ്ങളാൽ എൻ്റെ രാജ്യത്തിലെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടും. ഏകാന്തവും ചെറുതുമായ ഒരു ജ്വാല പോലെ രാജ്യം ക്രമേണ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തു ചെയ്തു എന്നവർ ചോദ്യം ചെയ്യപ്പെടും. അവരുടെ വസ്ത്രങ്ങളെപ്പറ്റി, ഉച്ചയൂണിന് ശേഷമുള്ള നീണ്ട പകലുറക്കത്തെപ്പറ്റി അവരോടാരും ചോദിക്കില്ല. ശൂന്യതയെ ചൊല്ലിയുള്ള അവരുടെ പൊള്ളത്തർക്കങ്ങളെപ്പറ്റി ഒരാളും നാളെ അന്വേഷിക്കില്ല. അവരുടെ സാമ്പത്തിക പദവിയെ ആരും കൂട്ടാക്കില്ല. ഗ്രീക്ക് പുരാണങ്ങളെപ്പറ്റി അവർ ചോദ്യം ചെയ്യപ്പെടില്ല. ബീരുവെ പോലെ അവരിലൊരുത്തൻ തൂങ്ങിച്ചാവുമ്പോൾ അവരനുഭവിക്കുന്ന ആത്മവിദ്വേഷത്തെപ്പറ്റി അവർ ചോദ്യം ചെയ്യപ്പെടില്ല. ഒരു ദിവസം ഏറ്റവും ദരിദ്രരായ ജനങ്ങളാൽ എൻ്റെ രാജ്യത്തിലെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടും. എവിടെയെങ്കിലും അനീതിയുടെ ഒരു വിത്ത് പാകിയാൽ മുദ്രാവാക്യങ്ങൾ കൈയുയർത്തി ഉറക്കക്കുവുമായിരുന്നു നമ്മുടെ വരാന്തകളിൽ. ചർച്ചകൾ നടത്തി, പരസ്പരം തിരുത്തി, സ്വയം തിരുത്തി, പിന്നീട് ആശയങ്ങൾ രണ്ടു കാലിൽ ഞെളിഞ്ഞു നിന്നിരുന്നു നമ്മുടെ ചായക്കടകളിൽ. അന്ന് ജോൺ അമ്മയറിയാനൊരുക്കി ഒരു വലിയ കൂവലിന് തുടക്കമിട്ടു. മനുഷ്യക്കണ്ണിൽ മുള്ളു തറച്ചപ്പോൾ അയ്യപ്പൻ കവിയായി. ഒരു മാങ്കോയിസിൻ മരത്തിന് താഴെ ഫാബി അമ്മയോട് ചേർന്നിരുന്ന് ബഷീർ കലഹിച്ചുകൊണ്ടേയിരുന്നു. കലഹങ്ങൾ ജീവിതമായി. സമരം പല രൂപങ്ങൾ തേടി. കാലം വസന്തത്തെ കൊതിച്ചു. ഞാനും നീയും ഒന്നാകുന്ന ഒരു മഹാബലി കാലത്തെ സ്വപ്നം കണ്ടു. ഇന്ന് കാലം ഒരുപാട് മാറിയ പോലെ ഉണരുമെന്ന് പേടിച്ച് താരാട്ടുകൾ ഉറക്കപ്പാടുന്നു. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഈ തലമുറയും യുവത്വവും തന്നെയായിരിക്കും രാജ്യം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. 5 അക്ക ശമ്പളത്തിൽ നിന്ന് 6 അക്കത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ, ശീതീകരിച്ച മുറിയുടെ സുഖലോലുപതയിൽ ഞെളിഞ്ഞു പുളഞ്ഞ് രമിച്ചു കഴിയുമ്പോൾ കാലം നിങ്ങളെ ചോദ്യം ചെയ്തേക്കാം. അങ്ങനെയിരിക്കെ മൗനം കഴുകിയാൽ തീരാത്ത അഴുക്കായി കട്ടപിടിക്കും. എവിടെ നിന്നാണ് നമുക്ക് അക്ഷരങ്ങൾ പിഴച്ചു തുടങ്ങിയത്? എപ്പോൾ മുതലാണ് നാം ഒരു ചില്ലുകൂടിൻ്റെ സുരക്ഷിതത്വത്തിൽ ഭ്രമിച്ചു തുടങ്ങിയത്? സുരക്ഷിതമായൊരു ഡിഗ്രി, സുരക്ഷിതമായൊരു ജോലി, അത്തരത്തിൽ കപടമായ ഒരു സുരക്ഷിത ബോധത്തിന് എന്നു മുതലാണ് നാം അടിമപ്പെട്ടത്? ഒരു കാലത്തെ പറ്റിയുള്ള നിരാശയിൽ കഴിയുമ്പോൾ, അങ്ങനെ എല്ലാവരും ഇല്ലാത്ത സുരക്ഷിതത്വത്തിൻ്റെ വല്ലാത്ത സുഖത്തിൽ ജീവിക്കുമ്പോൾ, അപ്പോഴാണ് ഞാൻ ജോൺ ബേബിയെ പരിചയപ്പെടുന്നത്. പ്രതീക്ഷകളില്ലെന്ന് കരുതിയ ഒരു കാലത്തും ചില ചെടികൾ മുളയ്ക്കുന്നുണ്ട്. അവർ വരും കാലത്തിന് വിത്തുകൾ സൂക്ഷിക്കുകയും സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് ശാഖകൾ വളർത്തുകയും വേരുകൾ പടർത്തുകയും ചെയ്യുന്നു. വ്യവസ്ഥിതിയുടെ പൊള്ളത്തരത്തിനെതിരെ ജീവിതം കൊണ്ട് സമരം ചെയ്യുന്നവരാണിവർ. അച്ഛനും അമ്മയും ഈ മക്കളും. നാഷണൽ അവാർഡ് ലഭിച്ച മിനോൻ തന്നെയാണ് എൻ്റെ താരം. അവൻ ഈ വ്യവസ്ഥാപിതമായ വിദ്യാഭ്യാസത്തെ വെല്ലുവിളിച്ച് ജീവിക്കുമ്പോൾ മനസ്സിൽ സന്തോഷം. നന്നായി നീന്താൻ അറിയുന്നവനെ കൊണ്ട് പോലും മരം കയറ്റി മാർക്കിടുന്ന വ്യവസ്ഥിതിയുടെ ഭാഗമല്ലാത്തതുകൊണ്ട് അവനിന്ന് നന്നായി വരയ്ക്കുന്നുണ്ട്, നന്നായി സംസാരിക്കുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്. എത്ര രസമുള്ള സമര ജീവിതം. എനിക്ക് സത്യത്തിൽ ഞാൻ ഇവിടെ ക്യാമ്പിന് പോയാലും പരിപാടിക്ക് പോയാലും ക്ലാസ് എടുക്കാൻ പോയാലും ഒക്കെ ഞാനിവിടെ സ്കൂളിൽ പോകുന്നില്ല പറയുമ്പോൾ എൻ്റെ പ്രായത്തിലുള്ളവർ, എന്നെക്കാൾ കുറച്ചുകൂടെ മൂത്തല്ലേ, എന്നെക്കാൾ കുറച്ചുകൂടെ ഇളയവരായവർ ഭാഗ്യവാനെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഏറ്റവും വലിയ പരാജയം. പൊതുബോധത്തിൻ്റെ മാനസികാവസ്ഥയ്ക്ക് ഇവൻ്റെ വാക്കുകൾ കല്ലുകടിയായേക്കാം.
പക്ഷേ ക്രിയാത്മകമായ ഇത്തരം അനുസരണക്കേടുകളാണ് സമരം. ഭീകരമായ ഒച്ചപ്പാടുകളോ ജനക്കൂട്ട ആരവങ്ങളോ അല്ല. ഇത് ശാന്തമായ സുന്ദരമായ ഒരു സമരമാണ്. എന്നാൽ ഒരു വെല്ലുവിളി കൂടിയാണ്. ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ഞങ്ങളെ എല്ലാവരേക്കാൾ സുരക്ഷിതരല്ലേ ഞങ്ങൾ എന്ന് വെച്ചാൽ നമ്മളുടെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും ഇന്നത് മതി അല്ല ഇന്നത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ സന്തോഷം വേറെ എന്തെന്ന് കിട്ടാനാണ്. വ്യവസ്ഥയോട് പോരാടുന്നതിന് കരുത്ത് വേണം. ഇവരെ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് വഴിമാറി നടക്കുന്നവർ ഒരു വഴി പൊതിഞ്ഞെടുക്കുമെന്ന്. തുടക്കവും ഒടുക്കവും അടയാളപ്പെടുത്തിയ ഒരു വഴി. അതെ, ഈ കുടുംബം ഒരു സമരത്തിൻ്റെ ആഘോഷത്തിലാണ്. എവിടെയും മറച്ചു നിന്ന് എനിക്ക് വേലികൾ പൊട്ടിച്ചെറിയാനുള്ള ഒരു പ്രചോദനം. അക്വേറിയം വിട്ട ആ ഒരു മീൻ വിശാലത ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. സമരം ചെയ്യണം, രാഷ്ട്രീയത്തിൽ ഇടപെടണം എന്ന തീരുമാനമുണ്ടായിരിക്കുന്നു. പക്ഷേ സമരം ചെയ്യാൻ ഏതു മാർഗം? ചാടി വീഴുന്നത് കടലിലേക്കല്ലെങ്കിൽ എന്നുള്ള ഭയം. ഭീകരമായ ഭരണകൂട വേട്ടയ്ക്ക് മുന്നിൽ നിരന്നു വരുന്ന ടാങ്കർ തടുത്ത ടീയനമൻ ചതുരത്തിലെ ആ ചെറുപ്പക്കാരൻ മനസ്സിൽ ഊർജ്ജമായി. ഒറ്റയ്ക്ക് നിന്ന് പലതും ചോദ്യം ചെയ്യാമെന്നായി. നീതികേടിൻ്റെ കാലത്തിന് നേരെ ഒരു കൂവലിൻ്റെ കരുത്തെങ്കിലും കാണിക്കണം എന്ന പാഠമായിരുന്നു അത്. സമരമാർഗത്തെ പറ്റിയുള്ള വ്യക്തത കിട്ടിയത് ഹരിയേട്ടൻ എന്ന ഹരിനാരായണൻ്റെ വീട്ടിൽ നിന്നാണ്. ജോൺ അബ്രഹാമിൻ്റെ അമ്മയറിയാനിലെ കഥാപാത്രം, ആഘോഷിക്കപ്പെടുന്ന അരാജകവാദി. അരാജകവാദം ഒരു സമരമാകുന്നത് എങ്ങനെയെന്നറിയാനാണ് അന്നൊരിക്കൽ ഞങ്ങൾ ഹരിനാരായണനെ കാണാൻ പോയത്. പക്ഷേ പുതിയ വഴിവെട്ടാൻ ഹരിയേട്ടൻ ഒരു മാർഗം പറഞ്ഞു തരികയായിരുന്നു. ഇതൊന്നും ചരിത്രത്തിലില്ല. ദീസ് ആർ ഓൾ വാട്ട് യു കോൾ തമസ്കരിക്കപ്പെട്ട കഥകളാണ്. ഇതൊന്നും ആക്കി കേൾക്കാൻ താല്പര്യമില്ല. തോറ്റൂരുടെ ചരിത്രമല്ല. അപ്പോൾ എപ്പോഴും സമരം എന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ നെവർ സേ ദാറ്റ് വിജയം എന്ന് പറയുന്ന സംഭവം സമരത്തിനില്ല. ഇതാദ്യം ഒരു നിലപാടാണ്. ഐ വിൽ ബി എ ഫൈറ്റർ, സ്ട്രൈക്ക് ചെയ്യും, ഐ വോണ്ട് ദിസ്, ഐ വോണ്ട് ദാറ്റ്. അപ്പോൾ എന്ത് വേണമെന്നും കൂടി അറിയണം. അതിനാണ് സ്പിരിച്വൽ ഫൈറ്റ്. വാട്ട് ഐ ഡിസേർവ് ആൻഡ് വാട്ട് ഐ നോട്ട്. എനിക്ക് തന്നത് വേണ്ടെന്ന് പറയാനും കൂടി എനിക്ക് പറ്റണം. ഓട്ടുപാത്രത്തിൽ വെള്ളം കോരുന്നവനെ അപഹസിച്ചവർ അവൻ്റെ വഴിയിൽ മണ്ണ് നനയുന്നതും അവിടെ പ്രതീക്ഷകൾ കിളിർക്കുന്നതും കണ്ടു കാണില്ല എന്ന ബോധ്യമാണ് അവിടെ നിന്നുണ്ടായത്. ഹരിയേട്ടൻ പറഞ്ഞവസാനിപ്പിച്ചത് പുതിയ സമരമാർഗത്തെ പറ്റിയാണ്. ആദ്യം സ്വന്തം മാധ്യമത്തെ തിരിച്ചറിയുകയും ആ മാധ്യമത്തിൽ ക്രിയാത്മക സമരം ചെയ്യുന്നതിനെയും പറ്റിയുമാണ്. സമരം ചെയ്യേണ്ടത് സ്വന്തം മാധ്യമത്തിൽ നിന്നാണ്. ഹരിയേട്ടൻ പറഞ്ഞ ആ വാക്കുകൾ പിന്നീട് അങ്ങോട്ട് മനസ്സ് കൈവിട്ടില്ല. ഇപ്പോൾ എനിക്ക് സംശയങ്ങളില്ല. എൻ്റെ വഴിമാറി നടത്തത്തിലെ തടസ്സങ്ങളെല്ലാം മാറിയിരിക്കുന്നു. അതെ, ഞാനും എൻ്റെ സമരം ആഘോഷിക്കുകയാണ്. ഒരു മാധ്യമം കണ്ടുപിടിക്കുക എന്നത് തന്നെയായിരുന്നു പ്രധാനം. സമരങ്ങൾ നിലപാടുകളാണ്, നിലപാടുറപ്പുകളാണ്.
അതിനെല്ലാം മുൻപ് വേണ്ടത് സ്വന്തം നിലയെക്കുറിച്ചുള്ള ബോധ്യമാണ്. ജയപരാജയങ്ങളുടെ കണക്കെടുപ്പുകൾ അവസാനിക്കുന്നു. ക്രിയാത്മകമായ ഒരു സമരവും പരാജയമല്ല, ഒരു കല്ലേറും വെറുതെ ആയിട്ടില്ല. സ്വന്തം മാധ്യമം കണ്ടുപിടിക്കാൻ പിന്നീട് പ്രയാസപ്പെടേണ്ടി വന്നില്ല. പഴയ ഇഷ്ടങ്ങൾ, നിമിഷങ്ങളിൽ ജീവിച്ച കലോത്സവ രാത്രികൾ, നാടകങ്ങൾ, അങ്ങനെ എൻ്റെ മേഖല എന്താണ് എന്ന തിരിച്ചറിവ്. ഒരുപക്ഷെ ഈ തിരിച്ചറിവ് തന്നെ ഇത്തിരി വട്ടത്തിൽ നിന്നുള്ള ചാട്ടമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ജസീറമാരുടെ മോഡലിലുള്ള പല സമരങ്ങളുണ്ട്. ഈ സമരങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ നമ്മൾ പരിശോധിക്കണം. അനാവശ്യമായി സമരം നടത്തി അത്തരം കാര്യങ്ങളെ കൊണ്ട് ഒരു കാര്യം നമുക്ക് സമൂഹത്തിനില്ല. ഇപ്പം മണൽ മാഫിയയുടെ പ്രശ്നമുണ്ട്. അതായത് മണൽ വാരട്ടെ, കുന്നിടിക്കട്ടെ, UDF ഗവൺമെന്റ് വയൽ നികത്തട്ടെ, ഈ സമരങ്ങളൊക്കെ പൊളിയട്ടെ. എനിക്ക് പ്രതികരിക്കാനും സമരം ചെയ്യാനുമുള്ള മേഖല കാഴ്ചയുടെ ലോകമാണ്. അതെ, നടത്തമാണ് ലോകത്തെ ആദ്യ സമരം. അതെ, നമ്മളിപ്പോൾ പിന്നെ ഓരോ വ്യക്തിയും ഇതുപോലത്തെ ഒറ്റപ്പെട്ടാലും നമ്മളിപ്പോൾ ന്യായമായ കാര്യത്തിന്, ഇങ്ങനെയുള്ള കാര്യത്തിന് ചിലപ്പോൾ രാഷ്ട്രീയക്കാരെ കാത്തുനിന്നാൽ ചിലപ്പോൾ നമ്മൾ കാത്തിരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ആരെയും കാത്തിരിക്കുക, അവനവനും കൂടെ കഴിയുന്ന വിധത്തിൽ ഇത്തരം സമരങ്ങൾ നമ്മുടെ നമ്മളാരെയും ഇതുവരെയായിട്ട് എനിക്കൊരു കേസ് പോലും ഇല്ല. പക്ഷേ എങ്കിൽ പല കേസുകളും, എത്ര കേസുകൾ എടുത്തല്ലേ മറ്റ് സമരങ്ങളിൽ. നമ്മൾ ന്യായമായ ആവശ്യത്തിന് നമ്മൾ സമാധാനപരമായിട്ട് സമരം ചെയ്യണമെന്ന് ഞാൻ പറയും. ത്യാഗമാണ് സമരം എന്ന് പറഞ്ഞാൽ. ഒരു കൊട്ടിഘോഷോ അല്ലെങ്കിൽ ആർഭാടമായ ഈ ഒരു എന്താണ്, നമ്മൾ കലോത്സവം പോലെ, മിക്കവാറും സമരങ്ങൾ ഞങ്ങൾ കലോത്സവം പോലെയാണ് കാണപ്പെടുന്നത്. കലോത്സവങ്ങളായിരുന്നു ഇവിടെ. ശരിക്കും സമരം എന്ന് പറയുന്നത് കലോത്സവമല്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പണ്ടും നമ്മളൊക്കെ അറിയാം, ത്യാഗമാണ് സഹന സമരം അല്ലേ, ത്യാഗമാണ് സമരം. അത് നിങ്ങൾ പിന്തുടരുക. ഇപ്പോൾ എന്നെ പോലെ ഒരാൾ ഇങ്ങനെ ഇറങ്ങി വരാൻ തയ്യാറാണെന്ന് വിളിക്കാം. ഞാൻ ഇങ്ങനെ സമരം ചെയ്യുന്നവരാണ്. പക്ഷെ പലപ്പോഴും ഞാൻ ഇപ്പോൾ കോളേജിലായാലും സ്കൂളിലായാലും ഒറ്റപ്പെടും. അങ്ങനെയുള്ള ഞാനെന്താ ചെയ്യേണ്ട? അപ്പോൾ എനിക്ക് വേണ്ടി ഒറ്റപ്പെടും, അത് വലിയ വിഷയമാണ്. ഇപ്പം ഞാൻ ഒറ്റപ്പെട്ടു.